അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓയിൽ പുള്ളിങ് ചെയ്യാറുണ്ട്. നമ്മൾ 40 വയസ്സും കാര്യങ്ങളൊക്കെ ആയതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓയിൽ പുള്ളിങ് ചെയ്തപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചിരുന്നു ഇത് എന്ത് എണ്ണയാണ്, എന്താണ് സംഗതി എന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്കിത് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് വില കൂടിയ കാരണം കൊണ്ടും നല്ലെണ്ണക്ക് കുറച്ചൊരു ഗുണങ്ങളുണ്ട് എന്നുള്ള കാരണം കൊണ്ടും നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഓയിൽ പുള്ളിങ് ചെയ്യുന്നത്. ഞാൻ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓയിൽ വായിക്കാക്കിയിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ കുറേ നേരത്തേക്ക് മിണ്ടാൻ വയ്ക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മൾ ഈ ഓയിൽ വായിക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പച്ചവെള്ളം പോലെ ആവും. പച്ചവെള്ളം പോലെ നമ്മൾ ഏകദേശം അതുപോലെയൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് തുപ്പിക്കളഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായ കഴുകുക. അങ്ങനെയാണ് ഈ ഓയിൽ പുള്ളിങ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ റിങ്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത്രേ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ എനിക്കും മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് ഓയിൽ പുള്ളിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇനി ഒരു 10-20 മിനിറ്റ് ഓയിൽ പുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കും. സായക്കുട്ടനെ എൻ്റെ മോളിൽ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. സായക്കുട്ടൻ ഞാൻ തീരെ വിളിക്കാറില്ല. കാരണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓന് ഫോൺ നമുക്ക് പോകും. അതുകൊണ്ട് ഓൻ ഉറങ്ങുന്ന എത്രത്തോളം ഉറങ്ങുമോ അത്ര പോലെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാറാണ്. ഇത് എൻ്റെ മോളുടെ ബാഗ് ഇന്നലെ നമ്മുടെ എൻ്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോള് ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഒരു ബാഗ് നിറച്ച് അലക്കാല തുണികൾ, അത് എല്ലാ പ്രാവശ്യവും ഒരു ബാഗ് നിറച്ച് അലക്കാല തുണികൾ ആൾ കൊണ്ടുവരും. അപ്പം ഞാനിനി സാധാരണ ഓള് തന്നെയാണ് അലക്കാറ്. ഓള് പറയും എൻ്റെ ബാഗ് തുറക്കണ്ട മമ്മ ബോധം കെടുമെന്ന് പറയും. പിന്നെ ആളുടെ എപ്പോഴും കയ്യിലൊരു ബോട്ടിൽ വെള്ളം ഉണ്ടാവും ആൾക്ക്. പറഞ്ഞ പോലെ തന്നെ നല്ല ബോധം കിടന്ന തരത്തിലായിരുന്നു ഡ്രസ്സുകളുടെയൊക്കെ അവസ്ഥ. എന്നാലും ഞാൻ അത് വാഷിംഗ് മെഷീനിൽ അലക്കാനൊക്കെ ഡ്രസ്സുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് എപ്പോഴും വീട്ടിലേക്ക് വന്നാൽ നമ്മൾ ഈ അരിപ്പൊടി കലക്കിയിട്ടില്ലേ, ഈ ദോശ ഉണ്ടാവില്ലേ, അതും മീൻ കറിയാണ് ആൾക്ക് വേണ്ടത്. അത് കാരണം കൊണ്ട് അവൾക്ക് എന്ത് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് ടെൻഷനൊന്നും എനിക്കില്ല. അപ്പോൾ ആൾക്ക് ദോശ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇനി വായ കഴുകാൻ പോകണം. ഇപ്പോഴാണ് സമാധാനമായത്. നമ്മൾ ഈ ചെടിയിൽ ഇത് തുപ്പിക്കളയണമെന്ന് വെച്ചാൽ നമ്മൾ സിങ്കിലൊന്നും തുപ്പിക്കളയാൻ പറ്റില്ല കേട്ടോ. എണ്ണയല്ലേ, അപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെടീൻ്റെ അടിയിലൊക്കെ തുപ്പണമെന്നുണ്ടെങ്കിൽ ചെടിക്ക് നല്ലൊരു വളമായിരിക്കും. ഇനി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടത് ഇട്ട് വായ കഴുകട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ഹാളിലൊരു പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ അടുക്കളയിൽ ബാക്കിയുള്ള ജോലിക്ക് പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ സായക്കുട്ടിനെ പെട്ടെന്ന് നെയ്പ്പിക്കാറില്ല എന്നുള്ളത്. എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പോൾ വേഗം ഫോണിലേക്ക് പോകും. പിന്നെ അപ്പോൾ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കുറച്ച് ഫ്രീഡമൊക്കെ കൊടുക്കണം. പക്ഷെ നമ്മൾ വല്ലാണ്ട് ഫ്രീഡം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ആ പഠിച്ചതും കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സായിക്കുട്ടിക്ക് ഇപ്പോഴും ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ട്യൂഷൻ എന്ന് മാത്രം. അപ്പം എന്റെ ഫസ്റ്റ് ലൈൻ സൂര്യനെ കുറിച്ച് ആദ്യം എന്താ പറയുന്നത്? സൂരജ് ഞാനിങ്ങനെ സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവൻ്റെ ടീച്ചറുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനക്ക് എന്ത് തരത്തിലുള്ള ട്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന്. അങ്ങനത്തെ ഒരു ഡിസ്കഷനൊക്കെ ആദ്യം തന്നെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ. നമുക്ക് ഇനി വെക്കേഷൻ ഒക്കെ ആണല്ലേ. വെക്കേഷനിൽ നമുക്ക് ഒന്നരാടെ വിട്ടിട്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കുള്ളൂ. ഡെയിലി ക്ലാസ് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ വിരുന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് എക്സാം കഴിഞ്ഞ ഫ്രീ ആയതല്ലേ ഉള്ളൂ. വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന ചെക്ക് ചെയ്യാറുണ്ടോ? അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ആള് എക്സാം കഴിഞ്ഞ് വന്നപ്പോ നല്ല ഫീഡ്ബാക്ക് മാത്സ് അവനക്ക് എല്ലാ പ്രാവശ്യവും പ്രശ്നമാണ് അല്ലേ. പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് കുറേ കൂടി ഈസി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഹിന്ദിയാണ് പ്രശ്നം. ഹിന്ദി എപ്പോഴും ഒരു വിഷയം തന്നെ, ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും കുഴപ്പമില്ലല്ലേ, പ്രശ്നം നന്നായിട്ട് എഴുതാനൊക്കെ പറ്റിയില്ലേ. എല്ലാം അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം. എന്നാൽ അടുത്ത വർഷത്തോട്ട് ആ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എവിടെയാണ് ആള് വായിക്കാനും അതുപോലെ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ എഴുതാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ചെക്ക് ചെയ്ത സമയത്ത്. അതെ, അത് നമുക്ക് എന്നാലും ഈ വെക്കേഷൻ ക്ലാസ് ശരിയാക്കി എടുക്കാമല്ലേ. എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനും കുറച്ചൊരു ഈസി ആയിരിക്കും അല്ലേ. ക്ലാസ് നടക്കട്ടെ. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അല്ലേ.
ഈ അവധിക്കാലത്തിനേ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് ഈ അക്കാഡമിക് വിഷയങ്ങളുടെ ഒരു പ്രഷർ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള എഴുത്ത്, വായന, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇത്തരത്തിലൊക്കെയുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സ്കൂളിലത്തെ വിഷയങ്ങൾ തന്നെ ഒരുപാട് പഠിക്കാനുണ്ടാവുമല്ലോ. ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഇ സ്പീക്ക് കോഴ്സ് ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മറ്റു കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പാക്കും കേട്ടോ. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഭാവിയിൽ ഒരു ജോലി കിട്ടാൻ പോലും തടസ്സമാവുന്ന ഒരു കാര്യമാണ്. നമുക്കേ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം മാറ്റി വെച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സ് 25 രാജ്യങ്ങളിൽ അധികമുള്ള കുട്ടികൾക്ക് ഇവർ കഴിഞ്ഞ 7 വർഷമായിട്ട് വിദ്യാഭ്യാസം കൊടുത്തു വരുന്നുണ്ട്. കൂടാതെ നമ്മൾ അടുത്ത അധ്യയന വർഷത്തിൽ 8, 9, 10 സ്റ്റേറ്റ് സിലബസോ CBSE സിലബസിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും ഒരു ക്ലാസ്സിൽ തന്നെ കുറഞ്ഞ കുട്ടികളെ മാത്രം ഇരുത്തിയിട്ടുള്ള ബാച്ച് പ്രോഗ്രാമും ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മെൻ്റൽ സ്ട്രെസ്സും ടൈം മാനേജ്മെൻറ്റും ഒക്കെ ഈസി ആക്കാൻ ഹെൽപ്പാവും. ഇതൊരു സാധാരണ ട്യൂഷൻ സെൻറ്റർ പോലെ അല്ല കേട്ടോ. ഇവിടെ നമ്മളെ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്താണ് അവർ ട്യൂഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കളിയും അതിൻ്റെ കൂടെ തന്നെ പഠനവും ഒക്കെ ഒരേപോലെ പൊക്കോളൂ. പിന്നെ ഇവരെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഹൈ ക്വാളിഫൈഡ് ആണ്. പിന്നെ അത് മാത്രമല്ലാതെ ഓൺലൈനായിട്ട് കിൻഡർ ഗാർഡൻ പ്രോഗ്രാമും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഓൺലൈനിൽ കിൻഡർ ഗാർഡൻ പ്രോഗ്രാം നടക്കുമോ എന്നുള്ള ഡൗട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇതൊരു കാർട്ടൂൺ കാണുന്ന ലാഘവത്തോടെ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു മിടുക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഞാൻ ഇവിടെ കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ ഹെൽപ്പാക്കും. ഇതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കി നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മളെ ഇച്ചിപ്പോൾ പറഞ്ഞോട് കൊച്ചി പോയ പോലെ എന്നിപ്പോൾ ഇച്ചി വന്ന വ്ളോഗാണല്ലോ എൻ്റെ മോളെ. എന്താപ്പത് പ്രാവശ്യം വ്ളോഗ് എടുക്കാട്ടോ. ഞാൻ അവിടെ വ്ളോഗ് എടുത്താലേ പിന്നെ പിറ്റേഴ്സ് ഞാൻ നാട്ടിൽ പോകാറുള്ള വ്ളോഗ്, പിന്നെ പിറ്റേഴ്സ് ഞാൻ തിരിച്ചു പോണ വ്ളോഗ് ഇട്ട് അവിടെ നിന്ന് വ്ളോഗ് പിന്നെ നാട്ടിൽ കൂടെ ഈ 10 പ്രാവശ്യം വന്നു. ഞാൻ 3 പ്രാവശ്യം, ഇത് 4ാമത്തെ പ്രാവശ്യം. ജോലി കിട്ടി എത്ര മാസമായി? 3 മാസമായി അല്ലേ? 3ാമത്തെ സാലറി കിട്ടിയില്ലേ എനിക്ക്? 3ാമത്തെ സാലറി ഈ മാസം കിട്ടിയത്. 3ാമത്തെ സാലറി ഈ മാസം കിട്ടിയില്ലേ? ഇതെല്ലാം ഞാനും പറഞ്ഞു. എന്നാൽ വെൽക്കം ടു ചായ കുടിക്കാൻ. എൻ്റെ അനിയനെ അവിടെ പോയി. സായിക്കുട്ടി ടീഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഞാൻ ടീഷർട്ട് ഇടാതെ ചായ തരില്ല പറഞ്ഞു. അപ്പോൾ പേടിച്ചു. സായിക്കുട്ടിയാ ഇഞ്ചി പേടിച്ചില്ലേ? ടീഷർട്ടില്ലാതെ ചായ തരില്ലാതെ പേടിച്ചില്ലേ? ഈ ചെക്കൻക്ക് എത്ര ടീഷർട്ടും ട്രൗസറും ഉണ്ടെന്ന് അറിയോ? ഇട്ടൂല കുരിപ്പ്. ഞാൻ നോക്കട്ടെ. അങ്ങനെ നമ്മൾ ചായ കുടി കഴിഞ്ഞ് അവിടെ നിൽക്കൂ. എങ്ങോട്ടാണ് നിങ്ങൾ പോണ്? അവിടെ നിൽക്കൂ. അങ്ങനെ നമ്മൾ ചായ കുടി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണ് മോളെ? ഡെയിലി എല്ലാ പ്രാവശ്യവും ആൾ വരുമ്പോൾ തല ചീവി പറഞ്ഞേക്കും. പിന്നെ അതേപോലെ ഒക്കെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ മോളുടെ മുടി ചീവാനിരിക്കണ്ടോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മോൾ അടിയേക്കാൻ കേട്ടോ. മുടിയൊക്കെ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. വെറും 9-9.5 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കട്ടിയുള്ള മുടി, അരക്ക് താഴെ മുടി ഉണ്ടായിരുന്ന ആളാണ്. അപ്പം മുടി ഇങ്ങനെ കൊഴിയുമ്പോൾ നമുക്ക് ഉമ്മാർക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ AC, ഞാൻ മറ്റേ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ AC വാങ്ങിച്ചിട്ടുണ്ടെന്ന്. AC വാങ്ങിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ഫിറ്റ് ചെയ്യാൻ ആൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പാത്രം കഴുകുന്ന ഗ്ലൗസ് വന്നിട്ടുണ്ട് ആമസോണിൽ നിന്ന് കേട്ടോ. ഇത് മിനിയാന്ന് ഓർഡർ ചെയ്തത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ കയ്യിലെത്തും. അപ്പോൾ നമ്മൾ AC ഫിറ്റിംഗ് ഒക്കെ നല്ല ഇങ്ങനെ ധൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോഴേ അവിടെ AC കിടന്നപ്പോഴാണ് എനിക്ക് AC വേണമെന്നുള്ള ആഗ്രഹം എനിക്ക് കൂടി തോന്നിയത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നതിൽ അപ്പുറത്തേക്ക് എൻ്റെ സായിക്കുട്ടിക്ക് AC ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടത്തിനെക്കാട്ടിയും കൂടുതൽ എൻ്റെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടമെന്ന് നോക്കുന്ന ആളായ കാരണം കൊണ്ട് പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് AC വാങ്ങിച്ചു. എന്തത്? അങ്ങനെ നമ്മൾ AC സെറ്റായിട്ടുണ്ട്. എൻ്റെ സായിക്കുട്ടിൻ്റെ കുറേ കാലത്തൊരാഗ്രഹമാണ്. സായിക്കുട്ടിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് എനിക്ക് AC വേണം എന്നുള്ളത്. ശരിക്കും ഞാൻ ഇവനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ AC സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നിർബന്ധമൊന്നുമില്ല. സായിക്കുട്ടി സന്തോഷമായാ? അന്ന് സന്തോഷമുള്ള മുഖം ഒന്ന് കാണിക്കും. ഇനിയെങ്കിലും സന്തോഷമുള്ള മുഖം കാണിക്കും ചെങ്ങായിയെ. ഹാപ്പിയായി? എന്താണ് 16 ഡിഗ്രി ഉള്ളത്? ഇവിടെ 16 ഡിഗ്രിൻ്റെ AC ഉള്ളത് നമുക്ക് ഇതുവരെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളതെന്ന് എൻ്റെ അറിവ് കേട്ടോ. ഇനി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. കുഞ്ഞ് അതവിടെ ഇരുന്നിട്ട് തണുക്കും.
അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറുണ്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ പ്രാവശ്യം ഇന്നോട് വരുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോണത് ഇവിടെ പലാക്സി മൂവീസ് ഇല്ലേ, നമ്മൾ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മോളിൽ നമുക്ക് പലാക്സി മൂവീസ് ഉണ്ട്. അവിടെ ഞാൻ വാഴ 2 സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി എത്തിയിട്ടുണ്ട്. ഞാൻ ആകെ നിന്ന് വിയർത്തു. പിന്നെ അവിടെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു പച്ചവെള്ളം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല വില കൊടുത്തിട്ട് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും. 500 സംതിങ് രൂപ ഒരു പോപ്കോണിനും 2 പെപ്സിൻ്റെ ബോട്ടിലിനും കൂടിയായി. പക്ഷെ പിന്നെ നമ്മൾ എന്നും ചെയ്യണ കാര്യമല്ലല്ലോ, എന്തെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ ചെയ്യണ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കണ്ണടച്ചിട്ട് അങ്ങോട്ട് വാങ്ങിച്ചു. പിന്നെ സീറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും നല്ല മുന്തിയ സീറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ടോ. കാലൊക്കെ നീട്ടി വെച്ചിട്ട് കിടന്നിട്ട് കാണാൻ പറ്റുന്ന സിനിമ വാഴ 2 ആയിരുന്നു. നല്ല അടിപൊളി സിനിമയായിരുന്നു. കണ്ണും മനസ്സും നിറച്ചു. ഞങ്ങളങ്ങനെ മൂവിയെല്ലാം കണ്ടു കഴിഞ്ഞു അല്ലേ. മൂവി നല്ല രസമുണ്ടായിരുന്നു അല്ലേ. ഇച്ചിരി കണ്ണൊക്കെ നിറച്ചു, നല്ല തമാശ ഉണ്ടായിരുന്നു. ഓൾക്ക് ഒത്തിരി, എനിക്ക് ഇച്ചിരി, എനിക്ക് അങ്ങനെ സിനിമ കണ്ട കാര്യമാണ് ഓർക്കുന്നത് ഞാൻ. പക്ഷേ എൻ്റെ വരെ കണ്ണ് നിറയിപ്പിച്ചു. നന്നായിട്ടുണ്ട് മൂവി കേട്ടോ. ഇനി നമ്മളടുത്ത ഷോപ്പിങ്ങിന് പോകുന്നു. ഇന്നുമോൾ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു തരണമെന്ന്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. നമ്മൾ ജാംജൂമിക്ക്. ഇന്നുമോളെ ഉറക്കെ പറഞ്ഞാൽ കൊച്ചിന്ന് വന്നിട്ടേ ഇവിടെ കാണുമ്പോൾ സന്തോഷം വരും. എന്തൊരു ടൗൺ ഏരിയ. കൊച്ചിന്ന് വന്നിട്ട് ഓൾക്ക് നമ്മുടെ പെരിന്തൽമണ്ണ കാണുമ്പോൾ ടൗണായിട്ട് തോന്നുന്നു. ഞാൻ വിചാരിച്ചു പട്ടാവിനോടെ കെട്ടിട്ട് ഭയങ്കര സന്തോഷം. അനക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാം, നമ്മളെ പുറത്തുനിന്ന് പോയി വന്നപ്പോൾ നമ്മുടെ റൂമിൽ ഇവിടെ ഒരാളെ ആദ്യം തന്നെ കയറി കിടന്നിക്കണ്. അപ്പം ആദ്യത്തെ പോസീസം 17 പിന്നെ ഞാൻ അവർക്ക് 24 ഇട്ടിട്ടുള്ളൂ. ആയിക്കോട്ടെ 22. ഏതപ്പം കിടത്തം. രാത്രിയായി ഒരാൾ ഈ തുണികളൊക്കെ വിരിച്ചിടാനേ. എന്തെങ്കിലും രാവിലത്തേക്ക് ഉണങ്ങും കുഞ്ഞേ. എന്നാൽ ഫാൻ്റെ ഇട്ടിട്ടൂടെ ഉണങ്ങാൻ സാധ്യത അല്ലാത്തതൊക്കെ ഒന്ന്. നല്ല ഉണക്കിട്ടില്ലേ? ഇല്ല കുഴപ്പമില്ല അല്ലേ. ചെന്ന ബാഹുബലിയോ ഒരാൾ ടേബിൾ എന്നിട്ട് നീക്കി വെക്കാല്ലേ പുറപ്പാടിലാണ്. ഇനി നമ്മളെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നുമോൾ വരുമ്പോൾ എപ്പോഴും പറയാറുണ്ടോ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരേണ്ടത് എന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും എനിക്ക് പറ്റാറില്ല. ഇപ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയുത്താന്ന് കുറേ കമൻറ്റ് കാണാറുണ്ട്. നമ്മൾ ഈ അരി ഉണ്ടല്ലോ അതൊരു 3-4 മണിക്കൂറാണ്ട് കുതിർത്താൻ വെക്കുക. അരി ഇങ്ങനെ കുതിർത്തി വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം ഉണങ്ങാൻ വെക്കുക. ഇങ്ങനെ വെള്ളം വാരാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ അരി ഉണ്ടല്ലോ മിക്സിയിലിട്ടിട്ട് പൊടിക്കുക. പൊടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല ചൂടോടുക്കുന്ന ശർക്കരപ്പാനി ഇങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി സെറ്റാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ റവ ഉണ്ടല്ലോ റവ കാച്ചിയിട്ട് ഒഴിക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നിങ്ങനെ അരച്ച് ചേർക്കുക. ഞാനിങ്ങനെ തേങ്ങ ഇങ്ങനെ ചിരവല്ലല്ലോ ചേച്ചി, തേങ്ങ ചിരവിയതുണ്ടെങ്കിൽ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഞാൻ തേങ്ങ ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് പിന്നെ അരച്ചിട്ട് ഒഴിക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ തേങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ വലിയൊരു സ്പൂണ് നെയ്യ് ചേർക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പിന്നെ കുറച്ച് എള്ള് ചേർക്കാം. പിന്നെ എണ്ണ ഇങ്ങനെ വറുത്തിട്ട് നെയ്യിൽ കോരിയിട്ട് അതൊഴിക്കാം. പിന്നെ നമ്മൾ ഏലക്കായ ഉണ്ടല്ലോ അത് ചേർക്കാം. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. ഏലക്കായ ഞാൻ ചേർക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ വലിയൊരു ടീസ്പൂൺ നെയ്യും ചേർക്കുക. ഇച്ചിരി ബേക്കിംഗ് സോഡയും ചേർത്താൽ നന്നായിരിക്കും. ബേക്കിംഗ് സോഡ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചില സമയത്ത് ചേർക്കാറുണ്ട്, ചിലപ്പോൾ ചേർക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ചിലപ്പോൾ ഒന്ന് ചേർക്കൂലായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ ബേക്കിംഗ് സോഡ കഴിഞ്ഞു, അതപ്പം ഉണ്ടായത്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകട്ടോ. കുറേ വർത്തമാനം പറയാനൊന്നും നേരമല്ല ശരിക്കും. പിന്നെ നമ്മുടെ കയ്യിലേ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. നമ്മളെ ഫ്രീസറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തേ നമ്മൾ ഇന്നലെ ഇന്നുമോള് വരും എന്ന് വിചാരിച്ചൊരു ഫുൾ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് മസാല തേച്ച് വെച്ചത്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് ആദ്യം നമ്മൾ കുക്കറല്ല ഓട്ടിച്ച് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പ്രീ ഹീറ്റ് നമുക്കൊരു 20 മിനിറ്റ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കന് കൈയും കാലും കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഇന്നുമോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഇന്നുമോൾ പറഞ്ഞിരുന്നു എനിക്കും വേണം അങ്ങനത്തെ ചിക്കൻ കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ഓവനിൽ വെച്ചിട്ടുള്ള ചിക്കന് കൈയും കാലം കൊണ്ട് കെട്ടിക്കോ, കൈയും കാലൊക്കെ കെട്ടിക്കോ.
ഒരു 80 മിനിറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. 80 മിനിറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ചൂട് 120. ഇത് റോട്ടിസറി, യെസ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. കിച്ചൺ ആവശ്യത്തിൽ അധികം വൃത്തികേടായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നുകൂടെ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഈ ജ്യൂസ് കുടിച്ചിട്ടാവും ഓക്കെ അടുത്ത പരിപാടി. എന്നാൽ വയനാട് സിറ്റോട്ടി പോയി കുടിക്കാം. നമുക്കിവിടെ ഇങ്ങനെ ഏകാന്തത ഇരുന്ന് ജ്യൂസ് കുടിക്കാം. സായ്ക്കുട്ടി നല്ല ചോറുണ്ട്, അതുകൊണ്ട് നമുക്ക് ജ്യൂസ് വേണ്ട പറഞ്ഞു. ഗൈസ്, ദുബായിക്ക് ആൾക്കാർ പോകുമ്പോൾ ഫുഡ് കൊടുത്തയക്കുന്നത് പോലെ കുഞ്ഞപ്പം ഉണ്ടാക്കി തരികയാണ് ഗൈസ്. ഈ സ്നേഹമൊക്കെ ഞാൻ വയസ്സാവാൻ കാട്ടിയാൽ മതി. പ്രായമായിട്ടില്ല. ഇപ്പൊ തൽക്കാലം കിണ്ട നോക്കണ പ്രായക്കായിട്ടില്ല. നോക്കണ പ്രായമാകുമ്പോഴേ എനിക്കിങ്ങനെ കുഞ്ഞപ്പൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി. അങ്ങനെ ഗൈസ്, കുറച്ചു നേരമായി ചിക്കൻ ഇതിനുള്ളിൽ വെച്ചിട്ട് എനിക്ക് ഇന്നെങ്ങാനും കഴിക്കാൻ പറ്റുമെന്നാവോ? ഞാൻ തന്നെ നമുക്കൊരു കാര്യം അറിയോ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് ചൂടത്തുനിന്നുണ്ടാക്കുന്ന അറിയാം. ആ AC അവിടെ ഓണാക്കിട്ട് എൻ്റെ അനിയനെ അച്ചാലും പിച്ചാലും നടക്കുന്നത്. ഇക്കൊന്നും AC കിടക്കാൻ കൂടിയിട്ടില്ല. നമുക്കൊന്നും എല്ലാവർക്കും അപ്പം AC കിടക്കാം. നീ AC കിടക്കൂ? എന്തൊക്കെ കിടന്നാലും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗൈസ്, നമ്മളെ 3 മാസമായി നമ്മൾ ഗ്യാസ് നിൽക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മറ്റേ ഇജ് വന്നപ്പോഴേ ഞാൻ കരുതിയിരുന്നു മോളേക്ക് ഉള്ളപ്പോൾ ഗ്യാസ് കഴിഞ്ഞാൽ മതിയെന്നൊന്ന്. ഇജ് പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്തോണ്ടാടൊക്കെ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ പ്രശ്നം ഗ്യാസ് 3 മാസത്തിലധികം നിന്നു. നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ വീട്ടിൽ, അന്നാണ് നമ്മൾ സിലിണ്ടർ മാറ്റിയത്. മാഷാഅല്ലാഹ്. ഓക്കെ, അത് നമുക്ക് സിലിണ്ടർ എടുത്തുണ്ടാക്കാം പോകണം. നമ്മളങ്ങനെ സിലിണ്ടർ മാറ്റി സെറ്റായി. അവിടെ ഇരുന്നോ? ടൊമാറ്റോ സോസ് കൊടുത്തില്ല. അടുത്തു ചെല്ലു. ഇത് ഞങ്ങൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫാൻ്റെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആകെ വെയ്യണ്ടായിട്ടോ, ഭയങ്കര ചൂടും. കുറേ നേരം ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊക്കെ ആകെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇന്നിൻ്റെ പാക്കിങ്ങും നാളെ പോക്കും ഒക്കെ ആയിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ പോയിട്ട് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അസ്സലാമു അലൈക്കും. ഭക്ഷണം കഴിക്കട്ടെ, തീരെ വയ്യ.